ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്താ വീഡിയോ പറയുന്നത്, നമ്മളിന്നൊരു അടിപൊളി ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബൈബിറ്റ് എക്സ്ചേഞ്ചിൽ കുറേ നല്ല പരിപാടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ന്യൂ ഇയർ വരുന്നതിനെ ബേസ് ചെയ്തിട്ട് കുറേ നല്ല എക്സ്ചേഞ്ചസും നല്ല ഓഫേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ച് അതിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 2024 സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ എല്ലാത്തിനും എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. കാരണം നമ്മളെല്ലാ ന്യൂ അപ്ഡേറ്റ്സ് നമ്മൾ ടെലിഗ്രാം ചാനലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം മുന്നേ വന്നൊരു ന്യൂസാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് മിക്ക നല്ല എക്സ്ചേഞ്ചസും ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസും ബാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഏതൊക്കെയാണ്. ബൈനാൻസ്, കുക്കോയിൻ, ഹോബി, ക്രാക്കൻ, അപ്പോൾ ഇങ്ങനത്തെ മോസ്റ്റ്ലി ഉള്ള എല്ലാ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസും അവർ ബാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. പിന്നെ ചിലപ്പോൾ 2024 നല്ല രീതിക്കുള്ള ഒരു റെഗുലേഷൻസ് ഈ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചസിൽ കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ചസിൽ ടാക്സും TDSും അതേപോലെ തന്നെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസിൽ അവർ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു റൂള് കൊണ്ടുവരുമ്പോൾ അവരൊന്ന് പ്രഷറാവും. ടാക്സ് ഇഷ്യൂവിന് അവരും കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിന്. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് എന്തായാലും KYC ചെയ്യുന്ന സമയത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തതിനൊക്കെ നമ്മൾ ടാക്സും അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് അത്ര നല്ലൊരു പോസിറ്റീവ് ന്യൂസ് അല്ല ഇന്ത്യൻ യൂസേഴ്സിന്. പിന്നെ നമ്മൾ ബൈ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്കുള്ള ഒരു പ്രൈസാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ USDT ബൈയിങ് ആൻഡ് സെല്ലിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. P2P മാക്സിമം ഒഴിവാക്കുക. ഡയറക്റ്റ് ബൈയിങ് സെല്ലിങ് മാത്രം ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഇപ്പോൾ കുറേ ബാങ്ക് ഫ്രീസ് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അത് ഫ്യൂച്ചറിൽ നല്ല രീതിക്കൊരു ഇഷ്യൂ ആകാനുള്ളൊരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കാര്യം നമ്മൾ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. എന്തായാലും നമുക്ക് ഇനി ആദ്യം വൈപ്പിക്കാം. നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബൈനാൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് ചെറുതായി റീട്രേസ് എടുത്തു. ഇപ്പോൾ BTC കറൻ്റ്ലി $41,800 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് എന്തായാലും ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്, അതായത് $40,900. അപ്പോൾ ചിലപ്പോൾ അതുവരെ ഒന്ന് ഡംപാനുള്ളൊരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് $40,900 വരെ ഡംപ് ചെയ്ത് പിന്നെ ഒരു റീബൗൺസ് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റീസാണ് കാണുന്നത്. പിന്നെ അതുമാത്രമുള്ള കേസ് നമുക്ക് മെയിനായിട്ട് BNBയുടെ കാര്യം ഒന്ന് പറയാണ്ട്. BNB നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞൊരു വീക്കിൽ പമ്പ് ചെയ്തു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബൈനാൻസുകാരനെ 2-3 ലോഞ്ച് പാഡ് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ലോഞ്ച് പാഡല്ല, ലോഞ്ച് പൂളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എയ്സ് അതേപോലെ തന്നെ NFP ഈ ഒരു 2 ടോക്കണും നല്ല രീതിക്കായിരുന്നു പെർഫോം ചെയ്ത് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ലോഞ്ച് പൂൾ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റിന് ഒരു 1000x പ്രോഫിറ്റ് വന്നിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പിന്നെയും സ്റ്റേബിളായി നിന്നത്. ഒരു ക്രാഷും വന്നില്ല. അപ്പോൾ അതുപോലത്തെ ഉള്ള ഒരു ലോഞ്ച് പൂളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ലവ് AI എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് FDUSD, TUSD, BNB വെച്ചിട്ട് നമുക്ക് സ്റ്റേക്ക് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാം. 4 days കൂടെയാണുള്ളത്. മാക്സിമം നിങ്ങളെല്ലാവരും സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. BNBയിലാണ് കൂടുതൽ റിവാർഡ് കിട്ടുക. ജസ്റ്റ് സ്റ്റേക്ക് കൊടുക്കുക, ഒന്നും കൂടെ സ്റ്റേക്ക് കൊടുക്കുക. നമുക്ക് എത്രയും സ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക, സ്റ്റേക്ക് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റേക്ക് ആയിക്കോളും. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി സ്റ്റേക്ക്ഡ് BNB. നമുക്കിവിടെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. 0.065 സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ റെഡീം ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് മാക്സ് കൊടുത്ത് റെഡീം കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ ഒരു ഏത് ഇൻ്റർവെല്ലാണെങ്കിലും നിങ്ങൾക്ക് വന്നിട്ട് ക്ലെയിമും ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മുടെ BNBയുടെ ഡീറ്റെയിൽസ്. മാക്സിമം എന്തായാലും BNB ഒക്കെ ഓരോ ഡിപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് തന്നെ വരികയാണ്. നമ്മുടെ ബൈബിറ്റിൻ്റെ ഫുൾ ഓവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. 2023 എൻഡായി 2024 ന്യൂ ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല ഓഫേഴ്സാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ 2-3 ഓഫേഴ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ KYC ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ KYC ലെവൽ 1 കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു മോസ്റ്റ് ഓഫ് ദ ഓഫേഴ്സ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് നേരെ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മുടെ ബൈനാൻസ് പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ താഴത്ത് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10,000 പ്രൈസ് പൂൾ അവൈറ്റ്സ് ആണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പിൻ ആൻഡ് വിൻ കിട്ടും. നിങ്ങൾക്ക് ഡെയിലി എല്ലാ ദിവസവും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്പിൻ ആൻഡ് വിൻ കിട്ടും. പക്ഷേ ഈ ഒരു ഇവൻറ്റ് 31-ാം തീയതി എൻഡാവും. അതായത് ഇന്നും നാളെയും കൂടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇന്നൊരു സ്പിന്ന് കിട്ടും, നാളെ ഒരു സ്പിന്ന് കിട്ടും. മാക്സിമം പെട്ടെന്ന് ഈ ഒരു സ്പിന്ന് ക്ലെയിം ചെയ്യാം. അതിന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കും. നിങ്ങൾക്ക് വേറെ എവിടെയും ഒരു സംഭവം കാണില്ല. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ ഒരു പേജിലോട്ട് ഇരിക്കും പോവുക. ഇവിടെ നിങ്ങൾ ബൈബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോഗിൻ ചെയ്ത് രജിസ്റ്റർ നൗ കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്തിട്ട് രജിസ്റ്റർ നൗ കൊടുക്കുക. രജിസ്റ്റർ നൗ കൊടുക്കുമ്പോഴേ നമുക്ക് ഈ ഒരു സ്പിന്ന് 1x സ്പിന്ന് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് 24 hours കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പിന്നും കൂടെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെ റിവാർഡാണ്. 1 ETH, 100 USDT, 20 USDT, 10 USDT, 5, 1, 0.5, 0.1 ഗുഡ് ലക്ക്.
അപ്പോൾ ഇതിൽ ഗുഡ് ലക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷേ നമുക്ക് മിനിമം 0.1 USDT തൊട്ടിട്ട് 1 വരെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ഫ്രീ സ്പിന്നാണ്. നിങ്ങൾക്ക് ഇത്ര ട്രേഡിംഗ് വോളിയം കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സ്പിന്ന് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ കൊടുക്കുക. എൻ്റെ സ്പിന്ന് ഞാനൊന്ന് യൂസ് ചെയ്തു, എനിക്ക് ഗുഡ് ലക്കാണ് കിട്ടിയത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1 വരെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമുക്ക് ട്രേഡിംഗ് വോളിയം ഒന്നും കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് നിങ്ങളെ KYC 1 കംപ്ലീറ്റ് ചെയ്യുക, രജിസ്റ്റർ കൊടുക്കുക, സ്പിന്ന് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇവൻ്റാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം ന്യൂ സ്പോട്ടിംഗ് എന്നുണ്ട്. കുറേ കോയിൻസ് നമുക്കിവിടെ കാണാം. ഫസ്റ്റ് കോയിൻ ARTY ആണ്. സെക്കൻഡ് കോയിൻ നമുക്ക് GG എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോയിൻ ഉണ്ട്, റീബൂട്ട്. തേർഡ് കോയിൻ നമുക്ക് എംബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ നമുക്ക് അതേപോലെ കുറേ കോയിൻസ് ഉണ്ട്. ഇവിടെ ആക്കി ഉണ്ട്, അങ്ങനത്തെ കുറേ ഉണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ടോക്കൺ എടുക്കുകയാണ്. ഏത് ടോക്കണാണ് നമ്മളെ ഫസ്റ്റ് കാണിച്ചിരുന്ന RT, അതായത് RT. അപ്പോൾ ഇതിലും എല്ലാത്തിലും നമ്മൾ ഒരേ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. ഇവർ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് USDT അവർ പ്രൈസ് പൂളായിട്ട് കൊടുക്കും. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ അവർ ടോക്കണിൻ്റെ ഒരു പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടി, ടോക്കണെ പറ്റി എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. അവർ ലിസ്റ്റിംഗ് ടൈം കൊടുത്തിട്ടുണ്ട് December 21. വിഡ്രോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആകുന്നത് December 22 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ടായി. ഇനിയിപ്പോൾ നമുക്ക് ഇവൻ്റ് ഉള്ളത് January 1st വീക്ക് വരെയാണെന്ന് തോന്നുന്നു. ഓക്കെ, January 9th വരെ നമുക്ക് ഈ ഒരു ഇവൻ്റ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 10,000 ഈ ഒരു 1 lakh USD പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ രജിസ്റ്റർ നൗ കൊടുക്കണം. രജിസ്റ്റർ നൗ കൊടുക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ലോഗിൻ ആൻഡ് രജിസ്റ്റർ പറയും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തൊരു ടാസ്ക് നമുക്ക് തന്നിട്ടുണ്ട്. 304 RT ടോക്കൺ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 USD ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ ഒരു RT ട്രേഡ് ചെയ്യുക. ഇതാണ് അവർ തന്ന 2 ടാസ്ക്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് 5 USD ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ന്യൂ യൂസേഴ്സിന് വേണ്ടിയിട്ട്, ഞാനിപ്പോൾ മുന്നേ കയറിയ ഒരു യൂസറാണ്. നിങ്ങൾ ന്യൂ യൂസറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 5 USD പകരം ഇതേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 25 USD കിട്ടും. ഓക്കെ, പക്ഷേ ഈ ഒരു ടോക്കണിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുത്തു. ഇവിടെ നമ്മൾ RT ടോക്കൺ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, RT ടോക്കൺ സെർച്ച് ചെയ്തു. ഒരു ടോക്കണിൻ്റെ പ്രൈസ് $2. അപ്പോൾ നമുക്ക് 304 ടോക്കണ് നമുക്ക് ഏകദേശം $600 മേലെ ടോട്ടൽ വരുന്നുണ്ട്. അതിൽ ഫീസായിട്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു $5 പോകാൻ ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നഷ്ടം മാത്രമേ വരുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ബാക്ക് അടിക്കുക. നമ്മൾ ചെക്ക് ചെയ്തു അടുത്ത ഇവൻറ്റ്, നമ്മുടെ വേറെ ഒരു ഇവൻ്റ് ഉണ്ട്, എംബോക്സിൻ്റെ ഇവൻറ്റ്. നേരെ എംബോക്സ് ക്ലിക്ക് ചെയ്യുക. അതേ റിവാർഡാണ് അവർ കൊടുക്കുന്നത്, 1 lakh USD പ്രൈസ് പൂള്. ലിസ്റ്റിംഗ് ടൈം കുറച്ച് മുന്നേ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 18th December ലിസ്റ്റ് ചെയ്തു. 20th December അവർ വിഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 70,000 USD ഒരു ഇവൻറ്റ് 1ഉം 30,000 USD ഇവൻറ്റ് 2 ആണുള്ളത്. അതിൽ നമ്മൾ 70,000 ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതേ ഇൻ്റർഫേസ് വരും. നമുക്ക് ബൈബിറ്റ് യൂസർ റിവാർഡ് 10,000 USD അവർ ഈ ഒരു ഇവൻറ്റ് മാത്രം കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് രജിസ്റ്റർ ടു പാർട്ടിസിപ്പേറ്റ് കൊടുക്കുക. നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഇവിടെ നമുക്ക് വെറും 40 എംബോക്സ് ടോക്കൺ, ഒരു എംബോക്സ് ടോക്കണിൻ്റെ പ്രൈസ് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ കോയിൻ മാർക്കറ്റ് ചെയ്യപ്പെടുത്തു. ഒരു എംബോക്സിൻ്റെ പ്രൈസ് വെറും $0.36 മാത്രം. നമുക്ക് 40 എംബോക്സിൻ്റെ പ്രൈസ് നോക്കാം. ജസ്റ്റ് 40 എംബോക്സ് വെറും $14. അവിടെ നമുക്ക് ഏകദേശം $650 വരുമായിരുന്നു. ഇവിടെ നമുക്ക് വെറും $14 നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഡെപ്പോസിറ്റ് അറ്റ്ലീസ്റ്റ് 40 എംബോക്സ്, മിനിമം 40 എംബോക്സെങ്കിലും നിങ്ങളൊരു 45 അല്ലെങ്കിൽ 50 എംബോക്സ് ഡെപ്പോസിറ്റ് ചെയ്യുക. വെറും $17-18 മാത്രമേ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഓറുണ്ട്, 100 USD ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ ഒരു എംബോക്സ് ട്രേഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഏൺ 5 USD, നമുക്ക് 5 USD വരെ കിട്ടും. അതേ സംഭവം നമുക്ക് ന്യൂ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ $60,000 കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതേ 40 എംബോക്സ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 USD, മറ്റവിടെ 25 USD ആയിരുന്നു, ഇവിടെ നമുക്ക് 30 USD കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ് ഈ ഒരു ഇവൻറ്റ്. January 2 എൻ്റെ ചെയ്യും. ഓക്കെ, നമുക്ക് മറ്റേത് January 9 വരെ ഉണ്ടായിരുന്നു. ഇത് January 2 എൻ്റെ ചെയ്യും, ഒരു വീക്ക് മുന്നേ എൻ്റെ ചെയ്യും. ഏറ്റവും സിമ്പിൾ ടാസ്ക്കുമാണ്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ നേരെ ഡെപ്പോസിറ്റിനാണ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രം വാലറ്റ് ഓൺ തേർഡ് പാർട്ടി എക്സ്ചേഞ്ച് ഡെപ്പോസിറ്റ് എംബോക്സ്, ഡെപ്പോസിറ്റ് USDT ബൈ USDT. ഞാനിവിടെ ഡെപ്പോസിറ്റ് എംബോക്സാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ എംബോക്സ് BP20 ചെയിനോ നമുക്കിവിടെ അഡ്രസ്സ് വരും. എംബോക്സിൻ്റെ BP20 അഡ്രസ്സാണ്. ജസ്റ്റ് ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നേരെ നമ്മുടെ ബൈനാൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ 48.5 എംബോക്സ് ഉണ്ട്. നമ്മളെ കൊണ്ട് മിനിമം 40 അവർ ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റ് 40 ചെയ്യാണ്ടിരിക്കുക. കാരണം വിഡ്രോ ഫീസും കാര്യങ്ങളും എന്തെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 39 38 ഒക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെയും നിങ്ങൾക്ക് 40 ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. ഞാനിവിടെ വിഡ്രോ കൊടുക്കുകയാണ്. സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക്. ഇവിടെ നമ്മൾ അഡ്രസ്സ് ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാം. എൻ്റെ ഉള്ള മാക്സ് എമൗണ്ട് നമുക്ക് 1 എംബോക്സ് ഫീസായിട്ട് വരുന്നുണ്ട്. നമുക്ക് 47.50 എംബോക്സ് ക്രെഡിറ്റ് ആവും. ജസ്റ്റ് വിഡ്രോ കൊടുക്കുക, കൺഫേം.
ഓക്കെ, അപ്പോൾ നമുക്ക് വിഡ്രോ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, കാരണം BP20 ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ക്രെഡിറ്റ് ആവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. നമ്മുടെ അക്കൗണ്ടിലോട്ടേക്ക് ആ ഒരു എംബോക്സ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് അടിച്ച് നോക്കാം. ഓക്കെ, എംബോക്സ് വന്നിട്ടുണ്ട് 47.5 എംബോക്സ്. നമ്മൾ നേരെ നമ്മൾ ആ ഒരു ഇവൻറ്റിലോട്ടേക്ക് തന്നെ പോവാണ്. നമുക്ക് കുറേ ഇവൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാട്ടിലും കുറഞ്ഞിട്ടുള്ള ശമ്പളവും ടോക്കൺസും നമുക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. നമുക്ക് എംബോക്സ് ഇപ്പോൾ നോക്കിയ സമയത്ത് ഏറ്റവും കുറവ് എംബോക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എംബോക്സ് സെലക്ട് ചെയ്ത് ആ ഒരു ഇവൻ്റ് തന്നെ ക്ലിക്ക് ചെയ്യാണ്. ഇവൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ രജിസ്റ്റർ ഓപ്ഷൻ രജിസ്റ്ററിന് കൊടുക്കാം. ഓക്കെ, കംപ്ലീറ്റഡ് നമുക്കിവിടെ നോക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 47 എംബോക്സ് നമ്മൾ ഡെപ്പോസിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്ലീസ് ചെക്ക് ദ റിസൾട്ട് അറ്റ് 1/2/10, അതായത് ജനുവരി 2-ാം തീയതി നമുക്ക് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാം. 10 UTC പറയുമ്പോൾ ഒരു 5.5 hours ഡിഫറൻസ് ഉണ്ടാവും. ടൈമിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. റിസൾട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേ ടാസ്ക് നിങ്ങൾ ന്യൂ യൂസറാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഏൺ $30 $30 വരെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ഇതേപോലത്തെ ടോക്കൺസ് നല്ല ടോക്കൺസ് വരുന്ന സമയത്ത് ഇതേ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ട്രേഡ് $200 വർത്ത് ഓഫ് എംബോക്സ് ഓൺ spot rate to earn 30,000 USDT. The more you trade, the larger you share the price pool. അപ്പോൾ നമ്മൾ എത്രയും കൂടുതൽ ട്രേഡ് ചെയ്യുന്നുണ്ടോ അത്രയും നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. $200 ഒരു ട്രേഡിംഗ് പോളിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ട്രേഡിന് കൊടുക്കുക. എംബോക്സ് തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കാരണം ചെറിയൊരു ഫീസ് എന്തായാലും നമുക്ക് പോകും, ലോസ് വരും, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫണ്ടിങ് അക്കൗണ്ടിലാണുള്ളത്. ഫണ്ടിങ് അക്കൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ അക്കൗണ്ടിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടിങ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇട്ടിട്ടുണ്ട്. സെല്ല് കൊടുക്കുക. സെല്ല് കൺഫേം. അതേ ടൈമിൽ തന്നെ നമ്മൾ ബൈയും കൊടുക്കുക. ഓക്കെ, ബൈ എംബോക്സ്. അപ്പോൾ നമുക്കിപ്പോൾ 2 പ്രാവശ്യം ചെയ്ത സമയത്ത് $35 ട്രേഡിംഗ് വോളിയായി. ഇതേ പ്രൊസീജിയർ നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു 10ൻ്റെ മേലെ ബൈ ആൻഡ് സെല്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഓൾ ഓർഡേഴ്സിൽ പോവാം. ഇവിടെ ഓർഡർ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് താഴത്തോട്ടേക്ക് പോകുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് നോക്കാം. എൻ്റെ കയ്യിൽ $17 ഉണ്ടായിരുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 12 പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു എമൗണ്ട് ആയി. 12 × 17 ഓക്കെ $204 ആയി. നമ്മൾ ഏകദേശം കറക്റ്റ് $204 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാർജിനിൽ നിൽക്കേണ്ട, എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഒരു ബൈയും സെല്ലും ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം കൂടെ ബൈയും സെല്ലും ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 47.5 എംബോക്സ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് 45.8 എംബോക്സ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1.7, അതൊരു 50-60 റുപ്പീസിൻ്റെ നമുക്ക് ഫീസായിട്ട് പോയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഫീസ് എന്തായാലും നമുക്ക് ഈ ഒരു ഇവൻറ്റിൻ്റെ റിവാർഡായിട്ട് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എംബോക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ എംബോക്സിനെ വിഡ്രോ ചെയ്യുക. ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ പ്രൊസീജിയർ. നിങ്ങൾക്ക് ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കിയ ശേഷം വേണമെങ്കിൽ കുറച്ച് ടൈമിന് ഈ ഒരു എംബോക്സ് ഇവിടെ ഹോൾഡ് ചെയ്യാം. കാരണം ഇവൻറ്റ് കഴിയുന്ന വരെ നമ്മൾ ഈ ഒരു എംബോക്സ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആ റിവാർഡ് കിട്ടാൻ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, കുഴപ്പമില്ല. അവരങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഫസ്റ്റ് സ്പിൻ ആൻഡ് വിൻ പറഞ്ഞത് നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. അത് നിങ്ങൾക്ക് വിത്തിൻ 24 hours ഓരോ സ്പിന്ന് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വേറെ കുറേ ഇവൻറ്റ്സ് നമുക്ക് ബൈബിറ്റിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഇതിൽ കുറേ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല നല്ല ഇവൻറ്റ്സ് ഒക്കെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യം നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ നല്ല ഇങ്ങനെ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പിന്നെ മറക്കണം, ലഞ്ചെല്ലാം ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഡെയിലി ഗുഡ് ബൈ.